ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ ഫ്ലവേഴ്സും അത് സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയും കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇതറിയാമല്ലോ, ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എന്തായിരിക്കും സംഭവം എന്ന്. നമ്മൾ മിറക്കൽ ഗാർഡനിലുള്ള സെറ്റിങ്സൊക്കെ എന്താ എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റും അതിൻ്റെ എൻജിൻ ഭാഗമൊക്കെ കണ്ട ചക്ര അവരെന്തോ മെഷീനിൽ വെച്ചിട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഫ്ലൈറ്റ് നിൽക്കുന്ന പോലെയല്ലേ. പിന്നെ അതേപോലെ ഓരോ കളേഴ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലവർ എത്ര കാലത്തെ പരിശ്രമം, അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റാഴ്ച കൊണ്ടൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പോൾ ഒന്ന് കുറച്ച് കാഴ്ചകളുമായിട്ട് വന്നു കേട്ടോ. കാരണം കുറേ പേർക്ക് ഫ്ലവേഴ്സിനോടും ചെടികളോടും ഇഷ്ടമുള്ള ഒരുപാട് പേര്, പൂക്കളെ ഇഷ്ടപ്പെടാത്തൊരു വളരെ ചുരുക്കമായിരിക്കും. അത് ഇതുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയും ചെയ്താലുണ്ടല്ലോ, പറയേ വേണ്ട. അപ്പോൾ ഈ കാഴ്ചകൾ ഇതുപോലെ കുറേ വീഡിയോസ് ഉണ്ട്, പക്ഷെ നമുക്കെല്ലാം കൂടി സെറ്റ് ചെയ്ത് നിങ്ങൾ ആരും കാണൂലത്. എത്ര കളേഴ്സാണെന്ന് നോക്കിയാൽ, അയ്യോ ഈ ലോകത്ത് ഇത്രയധികം കളേഴ്സും ഇത്രയധികം പൂക്കളുണ്ടെന്ന് ഇപ്പോഴാണ് കാണുന്നത്. ഈ സൂര്യകാന്തി ഇങ്ങനത്തൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ് അല്ലേ, കുറേ ഫ്ലവേഴ്സ്. ഇത് ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കളറും അതിൻ്റെ വെറൈറ്റി കളേഴ്സും ആണ് ഒരു ഫ്ലവറും. ഈ ഫ്ലവർ മിക്ക വീടുകളിലും ഇപ്പോൾ നമുക്ക് വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളായിട്ട്. ഇതിൻ്റെ പല യെല്ലോ, ഞാൻ നമ്മളെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. യെല്ലോ, അതിൻ്റെ സെൻറ്ററിലൊരു ഡാർക്ക് വൈറ്റ്, അതിൻ്റെ സെൻറ്ററിലൊരു ഡാർക്ക് കളറൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ഒരു വെറൈറ്റി ഫ്ലവറൊക്കെ ഭയങ്കര ഇഷ്ടമായി. റോസും മജന്തയും റെഡും മെറൂണും എല്ലാം കലർന്നൊരു കളറ്. പിന്നെ വയലറ്റ് എവിടെ പോയാലും സ്ഥാനം പിടിച്ചൊരു കളറാണ് വയലറ്റ്. ഇപ്പോൾ ഒരു വയലറ്റിൻ്റെ ഒരു യുഗം നിൽക്കുന്ന ഒരു ടൈമാണ്. എവിടെ നോക്കിയാലും വയലറ്റ്. പീച്ച് കളറിലുള്ളൊരു സുന്ദരിയെ നോക്കിയാൽ മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ആനക്കുട്ടി അവിടെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഒന്ന് നോക്കി വെച്ചിട്ട് ആച്ചടാ, 2 ആനക്കുട്ടന്മാരുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് മൊത്തം ഇത്രയും ഫ്ലവേഴ്സ്. നമ്മളൊരു വീട്ടിൽ ഒരു ഫ്ലവർ ഇതൊക്കെ ബാർബിഡോൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ നല്ല സെറ്റിങ്സാണ്. മൊത്തത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്നത്. ഇത് ഒരുപാടുണ്ട്, നമുക്ക് ഫുള്ള് കാണിക്കാനോ ഫുള്ള് ഓടി നടക്കാനോ നമുക്ക് പറ്റൂല, അറിയാലോ. പിന്നെ ഇതെന്താണെന്നറിയോ, നമ്മുടെ സ്വന്തം ബോഗൻവില്ല, അതായത് കടലാസ് പൂ എന്ന് പറയുന്ന ഇത്. അതിൻ്റെ ഒന്നോ രണ്ടോ കളേഴ്സിൽ കംപ്ലീറ്റ് ഇങ്ങനെ അകലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ആ ഭാഗത്ത് എന്തോ ഒരു റെഡ് കളറിലുള്ള തുണിയോ പട്ടോ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയെന്ന് തോന്നും. ഇത് ഒരു സ്ഥലത്ത് ഒന്നല്ല, കണ്ട അകലെ നോക്കി ഒരുപാട് സ്ഥലത്തുണ്ട്. ഈ പള്ളി അറിയാലോ, അബുദാബിയിലെ ഏറ്റവും വലിയ പള്ളിയില്ലേ, അതാണ് ഇത്. അതിൻ്റെ അടുത്താണ് ഈ സംഭവം നിൽക്കുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ടാണ്, പക്ഷേ ഫ്ലവർ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ പോയി അത് കാണാനും ആസ്വദിക്കാനും അത് വല്ലാത്തൊരിഷ്ടം തന്നെയാണ്. ഇത് നോക്കിയേ, കെട്ടിടം പോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ ഫ്ലവേഴ്സ് മാത്രം, പല കളേഴ്സിൽ ഫ്ലവേഴ്സ് മാത്രമായിട്ട് വിദേശികളൊക്കെ വന്ന് ഒരുപാട് പേര് വീഡിയോ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയൊക്കെ കുറച്ച് ടൈം കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാനൊക്കെ നമുക്ക് താല്പര്യമുള്ളൂ, നിൽക്കാൻ ടൈമും ഉള്ളൂ അല്ലേ. പിന്നെ കുറേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, ഫ്ലവേഴ്സ് ആയാലും കുറേ കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കേട്ടോ. ഇത് കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കാം, അവിടെയുള്ളവർ ഒക്കെ ഫുൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ പൂക്കളും ഈ സന്തോഷങ്ങളും ഇനിയും ഇതേപോലെ വീഡിയോസായിട്ട് ഞങ്ങൾ വരും. അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ.